ഹലോ ഓൾ, വെൽക്കം ടു നോട്ട്ബഡി.in. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നയൻത്ത് സ്റ്റാൻഡേർഡിലെ സക്സസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോമാണ്. ഓക്കെ, ഈ പോം എഴുതിയിട്ടുള്ളത് ഹെൻറി ലോങ്ഫെല്ലോ ആണ്. ഈ ഒരു പോം ചെറിയ പോമാണ്, പക്ഷെ ഇതിൽ ഉദ്ദേശിക്കുന്ന അർത്ഥങ്ങൾ എന്താണ്, ഭയങ്കര ഡീപ്പ് മീനിങ് ആണ്, ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു പോമാണ്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ ചാപ്റ്ററിലേക്ക് കിടക്കാം. സക്സസ് എന്ന് വെച്ചാൽ വിജയം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. വി ഹാവ് നോട്ട് വിങ്സ്, വി കനോട്ട് സോർ. നമുക്ക് എന്താണ്, വിങ്സ് ഇല്ല അല്ലെ, ചിറകുകളില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കുത്തനെ ഉയരങ്ങളിലേക്ക് പറക്കാനും പറ്റുന്നില്ല. ബട്ട് വി ഹാവ് ഫീറ്റ് ടു സ്കെയിൽ ആൻഡ് ക്ലൈംബ്. നമുക്ക് വിങ്സ് ഇല്ല, പക്ഷെ നമുക്ക് എന്തുണ്ട്, ഫീറ്റ് ഉണ്ട് അല്ലേ, കാലുകളുണ്ട്. അതെന്തിനു ഹെൽപ്പ് ചെയ്യും, നമുക്ക് മുന്നോട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കുതിച്ചു കയറാൻ അത് സഹായിക്കും, ക്ലൈം ചെയ്യാൻ സഹായിക്കും. ബൈ സ്ലോ ഡിഗ്രീസ്, ബൈ മോർ ആൻഡ് മോർ. അതായത് ചെറിയ ചെറിയ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ടേക്ക് കുതിക്കാൻ പറ്റും. ദ ക്ലൗഡി സമ്മിറ്റ്സ് ഓഫ് അവർ ടൈം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉയരങ്ങളിലുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഗോൾസ് ഒക്കെ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റും. ഇവിടെ ക്ലൗഡി സമ്മിറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ചലഞ്ചിങ് ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ്. അപ്പൊ ഈ ഒരു ഫസ്റ്റ് സ്റ്റാൻസയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് പോയിട്ട്, അതായത് നമുക്ക് പക്ഷികളെ പോലെ പറക്കാൻ ചിറകില്ലെങ്കിലും നമുക്ക് എന്തുണ്ട്, കാലുകളുണ്ട്. അതെന്താണ്, പതുക്കെ ആണെങ്കിൽ കൂടി എന്താണ്, മുന്നോട്ടേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് പോകാം എന്നാ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലക്ഷ്യങ്ങളിലേക്ക് എത്താനും സാധിക്കും. കുറച്ച് സമയം എടുത്താലും നമ്മൾ എന്താണ്, ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റും. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് സ്റ്റാൻസിൽ. ദ മൈറ്റി പിരമിഡ്സ് ഓഫ് സ്റ്റോൺ ദാറ്റ് വെഡ്സ് ലൈക്ക് ക്ലീവ് ദ ഡെസേർട്ട് എയേഴ്സ്. എന്താ പറഞ്ഞിട്ടുള്ളത്, ദ മൈറ്റി പിരമിഡ്സ് ഓഫ് സ്റ്റോൺ, കല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള എന്താ ശക്തമായിട്ടുള്ള പിരമിഡുകൾ ഉണ്ട് അല്ലെ. അത് എന്തിന്റെ ആകൃതിയിലാണ്, വെഡ്ജ് ലൈക്ക്. എങ്ങനെ, ഒരു ആപ്പിന്റെ രൂപത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. പിരമിഡിന്റെ രൂപം എങ്ങനെയാണ്, ഒരു മുകളിൽ എന്താണ്, ഒരു ട്രയാങ്കിൾ ഷേപ്പാണ് അല്ലെ, ഒരു ട്രയാങ്കിൾ ഷേപ്പാണ്. അത് എയർ വരുന്ന സമയത്ത്, ഡെസേർട്ട് എയർ വരുന്ന സമയത്ത് അതെന്ത് ചെയ്യുക, എയറിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക. കാരണം ആ ട്രയാങ്കിൾ നമുക്ക് ആലോചിച്ചാൽ എയർ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു പിരമിഡിന്റെ ഈ ഒരു ടോപ്പിൽ എത്തുന്ന സമയത്ത് എന്താണ്, അതിങ്ങനെ സ്പ്ലിറ്റ് ആയിട്ടാണ് പോകുന്നത്. വെൻ നിയറർ സീൻ ആൻഡ് ബെറ്റർ നോൺ. നമ്മളിതിങ്ങനെ പിന്നീന്ന് നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കുറച്ച് മാറി നിന്ന് നോക്കുന്ന സമയത്ത് അത്രയും വലിയൊരു പിരമിഡ് ആണല്ലേ. അപ്പൊ നമുക്ക് തന്നെ എന്താണ്, ഒരു നെഗറ്റീവ് ഫീൽ ആണ്, ഇത് ഇത്രയും വലുത് എന്നെ കൊണ്ട് കൈയടക്കാൻ പറ്റുമോ, കീഴടക്കാൻ പറ്റുമോ എന്നൊക്കെ. പക്ഷെ എന്താണ് പറയുന്നത്, വെൻ നിയറർ സീൻ ആൻഡ് ബെറ്റർ നോ. അവയെ അടുത്ത് നിന്ന് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കും, ആർ ബട്ട് ജൈജാന്റിക് ഫൈറ്റ്സ് ഓഫ് സ്റ്റെയേഴ്സ്. ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ള എന്തുകൊണ്ടാണ്, ഹ്യൂജ് സ്റ്റെപ്സ് ഉണ്ട് അല്ലെ. അതായത് നമുക്ക് ഈ സ്റ്റെപ്പ് വെച്ച് ഇങ്ങനെ കയറി കയറി എന്താണ്, മുകളിലേക്ക് എത്താൻ പറ്റും. അവ വലുതായ പല പല പടികൾ മാത്രമാണ്. അതായത് ഏറ്റവും ടോപ്പിലേക്ക് ഇവിടുന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഭയങ്കര വലുതാണെങ്കിലും അതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, സ്റ്റെയേഴ്സ്, കുഞ്ഞു 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 സ്റ്റെയേഴ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാ പറയുന്നത്. എന്താണ് ഈ ഒരു സ്റ്റാൻസയിൽ കവി ഉദ്ദേശിക്കുന്നത്, അതായത് വലിയ പിരമിഡുകളിൽ എത്താൻ എന്താണ്, നമുക്ക് ഭയങ്കര ടഫായിട്ട് തോന്നാം. പക്ഷെ അടുത്തുനിന്ന് നോക്കുന്ന സമയത്ത് എന്താണ്, അത് വലിയ വലിയ എന്താണ്, പടികളാണ്, സ്റ്റെപ്സ് ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്, വലിയ നേട്ടങ്ങൾ പലതും കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താണ്, ചെറിയ ചെറിയ ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ അവിടേക്ക് എത്തേണ്ടത് എന്നാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റാൻസ് നോക്കാം. ദ ഡിസ്റ്റന്റ് മൗണ്ടെയിൻസ് ദാറ്റ് അപ്പിയർ ദെയർ സോളിഡ് ബാഷൻസ് ഓഫ് ദി സ്കൈ. അതായത് ദൂരെയായിട്ട് ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ, അത് എങ്ങനെയായിട്ടാണ് നമുക്ക് തോന്നാം, ആകാശത്തെത്തുന്ന ഉറച്ച കോട്ടകളെ പോലെ, അല്ലെങ്കിൽ ആകാശത്തെ ഇങ്ങനെ താങ്ങി നിർത്തുന്ന കോട്ടകളെ പോലെയാണ് നമുക്ക് തോന്നുന്നത്. ആർ ക്രോസ്ഡ് ബൈ പാത്ത് വേസ് ദാറ്റ് അപ്പിയർ. അതെന്താണ്, അവിടെയും ആളുകൾ എന്താണ്, കാല് എത്തിയിട്ടുണ്ട് അല്ലെ. അത്രയും വലിയ സ്ഥലങ്ങളിൽ വരെ എന്താണ്, നമ്മുടെ മനുഷ്യരുടെ കാലുകൾ എത്തിയിട്ടുണ്ട്. അവയ്ക്കും എന്താണ്, കാണാവുന്ന വഴികളുണ്ട്. ആസ് വി ടു ഹയർ ലെവൽസ് റൈസ്. ആ ഒരു വഴികളും ഒക്കെ കാണണം എന്നുണ്ടെങ്കിൽ, അവിടെ എത്തിയിട്ടുള്ള ആളുകളുടെ കാൽപാദം കാണണം എന്നുണ്ടെങ്കിൽ എന്താണ്, നാം ഉയരങ്ങളിലേക്ക് കയറണം. എന്നാലേ നമുക്ക് ആ ഒരു വഴികൾ കാണാൻ പറ്റൂ, എന്നാലേ അവിടെ എത്തിയിട്ടുള്ള ആളുകളുടെ കാൽപാദം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതെന്താണ് മീൻ ചെയ്യുന്നതെന്ന് വെച്ചാല്, നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കാണാൻ സാധിക്കപ്പോഴാണ് നമ്മൾ മുന്നോട്ടേക്ക് പോയാൽ, അതായത് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം വരും, നമ്മൾ മുന്നോട്ടേക്ക് എന്ത് ചെയ്യണം, മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ ആണോ. ഇത് ദൂരെ ആകാശത്തോളം ഉയർന്ന കോട്ടകളെ പോലെ തോന്നുന്ന മലകൾക്ക് നമ്മൾ എന്താണ്, ഉയരങ്ങളിലേക്ക് കയറുന്ന സമയത്താണ് അവിടെ ഒരുപാട് വഴികൾ ഉണ്ട് എന്നെല്ലാം മനസ്സിലാവുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കണം, നമ്മൾ മുന്നോട്ട് പോയാലേ നമുക്ക് അവിടെ എന്താണ്, ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതും കാര്യങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. ദി ഹൈറ്റ്സ് ബൈ ഗ്രേറ്റ് മെൻ റിച്ച്ഡ് ആൻഡ് കെപ്റ്റ് വർ നോട്ട് അറ്റൈൻഡ് ബൈ സഡൻ ഫ്ലൈറ്റ്. എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരുപാട് ഉയരങ്ങളിൽ എത്തിയിട്ടുള്ള വലിയ വലിയ മഹാന്മാര് അവിടെ എത്തിയത് എങ്ങനെയല്ല, ഒരു സഡൻ ഫ്ലൈറ്റ്, അതായത് ഒരു
ആയിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് അല്ലായിരുന്നു. അതായത് പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്തിയതല്ല. എങ്ങനെയാണ് അവരത് അച്ചീവ് ചെയ്തിട്ടുള്ളത്? ബട്ട് ദേ വൈൽ ദെയർ കമ്പാനിയൻ സ്ലെപ്റ്റ് were toiling upward in the night. അതായത് അവരുടെ കൂടെയുള്ള കമ്പാനിയൻ എന്ന് പറയുന്നത് മറ്റുള്ള ആളുകൾ വിശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് അവരെന്ത് ചെയ്തിട്ടുണ്ട്? കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അവർ എപ്പോഴും ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഈവൻ ഡ്യൂറിങ് ദ നൈറ്റ് ടു റീച്ച് സക്സസ്. അതായത് നൈറ്റ് ടൈമിൽ പോലും അവരെന്ത് ചെയ്യാണ്? ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സക്സസിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഈ ഒരു സ്റ്റാൻസിൽ നമുക്ക് കാണിച്ചു തരുന്നത് നമ്മൾ ഹാർഡ് വർക്ക് ഉണ്ടെങ്കിലേ എന്തും എത്തുള്ളൂ. അല്ലാതെ ഒറ്റയടിക്ക് നമുക്ക് എന്താണ് ഒരു വലിയൊരു ഹൈപ്പിൽ നമുക്ക് എത്താൻ പറ്റില്ല. ഒരുപാട് വിജയിച്ചിട്ടുള്ള ആളുകൾ വരെ എന്താണ് ചെയ്തിട്ടുള്ളത്? ബാക്കിയുള്ള ആളുകൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്തും അവരെന്താണ് ഹാർഡ് വർക്ക് ചെയ്ത് അങ്ങനെയാണ് അവർ ആ ഒരു ഉയരങ്ങളിൽ എത്തിയിട്ടുള്ളത്. അല്ലാതെ ഒരു സഡൻ ഫ്ലൈറ്റ്, ഒരു പെട്ടെന്നുള്ള ഒരു സംഭവത്തിൽ അവർ എത്തുന്നതല്ല. അവർ അത്രയും കണ്ടിന്യൂസ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് എത്തിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ സക്സസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഹാർഡ് വർക്ക്, അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ വെക്കണം. നമുക്ക് ചിറകുകളില്ല എന്ന് വിചാരിച്ച് നമുക്ക് എന്തുണ്ട്? കാലുകളുണ്ട്. അത് അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? മുന്നോട്ടേക്ക് വരണം എന്നൊക്കെയാണ്. അത്രയും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു പോമാണ്. ഈ പോത്തിന്റെ ആക്ടിവിറ്റീസ്, നോട്ട്സ്, സമ്മറി എല്ലാ കാര്യങ്ങളും notebuddy.in എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ കിട്ടുന്നതാണ്. അതിന്റെ ലിങ്ക് മിസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്യുക. നന്നായിട്ട് പഠിക്കുക, എക്സാംസ് എഴുതുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാം. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാവുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് അറിയിച്ചാൽ വളരെ നന്നായിരിക്കും. ഓക്കെ, താങ്ക് യു.